ഗ്രീസിലെ ഏതൻസ് നഗരത്തിനടുത്തുള്ള ഡാഫ്നി മൊണാസ്ട്രിയിലെ ബൈസന്റൈൻ കാലഘട്ടത്തിലെ മൊസൈക്ക് ചിത്രങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ പ്രദേശം ബൈസന്റൈൻ കലയുടെയും ആത്മീയതയുടെയും ഉത്തമ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. ചിത്രകാരനായ പിയറി ടിക്കി ഈ മൊണാസ്ട്രി സന്ദർശിച്ചതിനു ശേഷം എഴുതിയ കുറിപ്പിലൂടെയാണ് മറിയത്തിനെ ദേവാലയത്തിൽ സമർപ്പിച്ചതിൻ്റെ മൊസൈക്ക് ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ ലോകശ്രദ്ധയിലേക്ക് വന്നത്. ഏകദേശം 1100-ആം ആണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ മൊണാസ്ട്രിയിലെ മൊസൈക്കുകൾ അതിൻ്റെ നിർമ്മാണ ശൈലി കൊണ്ട് വേറിട്ട് നിൽക്കുന്നു. ക്രിസ്തുവിനെ പ്രപഞ്ചനാഥനായി ചിത്രീകരിക്കുന്ന കൂറ്റൻ മൊസൈക്ക് ചിത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മൊണാസ്ട്രിയുടെ മുൻഭാഗത്ത് കന്യകാമറിയത്തിൻ്റെ ബാല്യകാലത്തെ സംബന്ധിക്കുന്ന 3 പ്രധാന സംഭവങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സവിശേഷമായത് മറിയം തൻ്റെ 3-ാം വയസ്സിൽ മാതാപിതാക്കളായ ജോആക്കിമിനും അന്നയ്ക്കുമൊപ്പം ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്ന ചിത്രമാണ്. പരിശുദ്ധ മറിയം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതിനെ ഈ ചിത്രം പ്രതിനിധീകരിക്കുന്നു. കിഴക്കൻ സഭകളുടെ പാരമ്പര്യത്തിൽ നവംബർ 21-ന് ആഘോഷിക്കുന്ന പ്രധാന തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. നിശബ്ദതയും സംഗീതവും ആത്മീയതയും ഇഴചേർന്ന ഈ മൊണാസ്ട്രി ബൈസന്റൈൻ ലോകത്തിൻ്റെ അവശേഷിക്കുന്ന അമൂല്യ നിധികളിലൊന്നാണ്.